സുമയ്യ പതിവ് പോലെ വീട്ടിലേക്ക് വന്നപ്പോൾ ലതയ്ക്ക് പ്രത്യേകിച്ചൊരു അസ്വാഭാവികത തോന്നിയിരുന്നില്ല. പക്ഷേ ഇരുവരും തമ്മിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സാമ്പത്തിക കാര്യങ്ങളെ ചൊല്ലി ചില തർക്കങ്ങളുണ്ടായിരുന്നു. പക്ഷേ സുമയ്യ പണം കടം വാങ്ങുകയും പലപ്പോഴും തിരിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അയൽവാസിയായ സുമയ്യ വരുമ്പോൾ തൻ്റെ ജീവൻ എടുക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ എത്തിയത് എന്ന കാര്യം ലത മനസ്സിലാക്കിയിരുന്നില്ല. കഴിഞ്ഞ ദിവസമാണ് പത്തനംതിട്ടയിൽ കേരളത്തെ നടുക്കുന്നൊരു സംഭവം ഉണ്ടായത്. ഒരു വീട്ടമ്മ തൊട്ടടുത്ത അയൽവാസിയായ സ്ത്രീയെ വീട്ടിൽ കയറി കട്ടിലിൽ കെട്ടിയിട്ട് അവരുടെ സ്വർണ്ണാഭരണങ്ങൾ കവർന്ന ശേഷം തീയിടുകയായിരുന്നു അവരുടെ ശരീരത്തിൽ. അവർ ഭാഗ്യം കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത്. പത്തനംതിട്ട കീഴ്വായ്പൂർ പോലീസ് സ്റ്റേഷനോട് ചേർന്നാണ് ഈ സംഭവം നടന്നത് എന്നതാണ് കൂടുതൽ ഞെട്ടലുണ്ടാക്കുന്നത്. മാത്രമല്ല, ഇങ്ങനെ വീട്ടമ്മയെ തീകൊളുത്തി കൊല്ലാൻ ശ്രമിച്ചതാകട്ടെ ഒരു പോലീസുകാരൻ്റെ ഭാര്യയുമാണ്. സംഭവം ഇതാണ്. സുമയ്യ ഭർത്താവ് അറിയാതെ കഴിഞ്ഞ കുറേ നാളുകളായി ഓൺലൈൻ ട്രേഡിംഗ് നടത്തുന്നുണ്ട്. വലിയ വിദ്യാഭ്യാസമുള്ള ഒരു സ്ത്രീയൊന്നുമല്ല സുമയ്യ. പ്രാഥമികമായ വിദ്യാഭ്യാസം മാത്രമുള്ള ഒരു വീട്ടമ്മയാണ്. പക്ഷേ ഈ സോഷ്യൽ മീഡിയ ഉപയോഗത്തിലൂടെ അവർ ഈ ഓൺലൈൻ ട്രേഡിങ്ങിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കുകയും അതിലേക്ക് ചെന്ന് വീഴുകയുമായിരുന്നു. 1-2 ലക്ഷം രൂപയൊന്നുമല്ല അവർക്ക് ബാധ്യതയായത്. ഇപ്പോൾ അവർക്ക് ബാധ്യതയായത് 40 ലക്ഷത്തോളം രൂപയാണ്. ഇങ്ങനെ വലിയ തുക ഓൺലൈൻ ട്രേഡിങ്ങിലൂടെ നഷ്ടമായതോടുകൂടി ഇവർ ഈ ഓൺലൈൻ സംവിധാനങ്ങളിൽ നിന്ന് തന്നെ വായ്പ എടുക്കാൻ തുടങ്ങി. പലർക്കും അറിയാവുന്നതാണ്. ഫേസ്ബുക്ക് വഴിയും മറ്റ് ആപ്പുകൾ വഴിയുമൊക്കെ ഓൺലൈൻ വഴി പലിശയ്ക്ക് പണം കിട്ടാറുണ്ട്. വലിയ പലിശയാണ് ഇവർ ഈടാക്കുന്നത്. 10,000 രൂപ എടുത്താൽ 20,000-ഓ 25,000-ഓ തിരിച്ചടച്ചാൽ പോലും തീരാത്ത വിധം വീണ്ടും ഇവരുടെ ബ്ലാക്ക് മെയിലിംഗ് ആയിട്ടുള്ള കോളുകൾ വരും. മറ്റു തരത്തിലുള്ള ഭീഷണി ഉണ്ടാകും. നമ്മുടെ ഫോട്ടോ എല്ലാം തന്നെ അതിന് മുൻപ് ശേഖരിക്കുന്ന ഇവർ പിന്നീട് ഈ ഫോട്ടോ മോർഫ് ചെയ്ത് ബന്ധുക്കൾക്കൊക്കെ അയച്ചു കൊടുക്കുമെന്ന മെസ്സേജ് വാട്സപ്പിലൂടെയും മറ്റും വീട്ടമ്മമാർക്കുൾപ്പെടെ അയക്കുന്ന സംഭവമുണ്ട്. അങ്ങനെ വീട്ടമ്മ ആത്മഹത്യ ചെയ്ത സംഭവവും കേരളത്തിലുണ്ടായി. ഈ തരത്തിൽ സുമയ്യ വലിയൊരു ഊരാക്കുടുക്കിലേക്കാണ് ചെന്നപ്പെട്ടത്. കീഴ്വായ്പൂർ പോലീസ് സ്റ്റേഷൻ ക്വാർട്ടേഴ്സ്, അത് പോലീസ് സ്റ്റേഷനോട് ചേർന്ന് തന്നെയാണുള്ളത്. ഈ ക്വാർട്ടേഴ്സിലാണ് സുമയ്യ താമസിക്കുന്നത്. കോയിപ്പുറം പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഭാര്യയാണ് സുമയ്യ. അദ്ദേഹം ഭാര്യയുടെ ഈ ട്രേഡിങ്ങിനെ കുറിച്ചൊന്നും അറിയുന്നില്ല. തൊട്ടടുത്ത വീട്ടിൽ തന്നെയാണ് ഈ വീട്ടമ്മ, ആശാ പ്രവർത്തകയായ വീട്ടമ്മ, അയൽവാസിയായ വീട്ടമ്മ കഴിയുന്നതും. ഈ വീട്ടിലേക്ക് എത്തുന്നു. അവിടെ 1 ലക്ഷം രൂപ കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിരുന്നു. ആ തുക കൊടുക്കുന്നതിന് ഇവർ തയ്യാറായിരുന്നില്ല. തുടർന്നാണ് സ്വർണം ആവശ്യപ്പെടുന്നത്. ഇവരുടെ സ്വർണം പണയം വെച്ച് ആ പണം കൊണ്ട് തൽക്കാലത്തേക്ക് ചില കടങ്ങൾ തീർക്കാമെന്ന ഒരു ആശയവുമായി വീണ്ടും ഇവരുടെ അടുത്തേക്ക് എത്തുന്നു. അവർ അതിനും തയ്യാറാകുന്നില്ല. ലത ഈ കാര്യത്തിനും വഴങ്ങുന്നില്ല. അതിനുശേഷമാണ് കഴിഞ്ഞ ദിവസം വൈകുന്നേരം ലതയുടെ വീട്ടിലേക്ക് സുമയ്യ എത്തുന്നത്. അവിടെ ലത ഇവരെ സ്വീകരിച്ചിരുത്തുന്നു. വീട്ടിൽ മറ്റാരുമില്ല. തുടർന്ന് സുമയ്യ ഇവർക്ക് നേരെ ഒരു കായികമായ അക്രമം നടത്തുകയായിരുന്നു. ഇവരെ കട്ടിലിലേക്ക് വലിച്ചു തള്ളിയിടുകയും ഇവരുടെ വായിൽ തുണി തിരികുകയും പിന്നീട് ഇവരെ ബന്ധനസ്ഥയാക്കുകയും ചെയ്തു. അതിനുശേഷം 2.5 പവൻ്റെ മാല, കയ്യിൽ ഉണ്ടായിരുന്ന ഓരോ പവൻ്റെ 3 വളകൾ, കയ്യിലുണ്ടായിരുന്ന 6 ഗ്രാമിൻ്റെ മോതിരം, അങ്ങനെ പല സ്വർണ്ണ വസ്തുക്കളും ഇവരിൽ നിന്ന് തട്ടിയെടുക്കുന്നു, ഊരിയെടുക്കുന്നു. അതിനുശേഷമാണ് വീട്ടിൽ തന്നെ ഉണ്ടായിരുന്ന മണ്ണെണ്ണ ഇവരുടെ ശരീരത്തിലേക്ക് ഒഴിച്ച് തീ കൊളുത്തുന്നത്. വിവസ്ത്രയായാണ് ഈ വീട്ടമ്മ പുറത്തേക്ക് ഓടുന്നത്. തൊട്ടടുത്ത് തന്നെ പോലീസ് സ്റ്റേഷൻ ആയതുകൊണ്ട് ആദ്യം ഓടുന്നത് അവിടേക്കാണ്. അവർ ഈ കെട്ടിൽ നിന്ന് എങ്ങനെയോ മോചിതയായി അവർ അവിടേക്ക് ഓടിയെത്തുന്നു. അതിലൊക്കെ ചില അസ്വാഭാവികതകൾ നിലനിൽക്കുന്നുണ്ട്. എങ്ങനെയാണ് അവരെ കെട്ടിയിട്ടത്? മറ്റാരെങ്കിലും അവിടെ ഉണ്ടായിരുന്നോ? ഇവർ തമ്മിലുള്ള ഏത് തരത്തിലുള്ള സൗഹൃദമായിരുന്നു? ഇതെല്ലാം തന്നെ ഇനി പരിശോധിക്കേണ്ടതുണ്ട്. ഏതായാലും ഇവർ ഓടി തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ എത്തുകയും അവിടെ അപ്പോൾ ഉണ്ടായിരുന്ന പോലീസുകാർ ഇവരെ പോലീസ് വാഹനത്തിൽ തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോവുകയുമായിരുന്നു. ഇത് വലിയൊരു ഞെട്ടലുണ്ടാക്കുന്നൊരു സംഭവമാണ്. കാരണം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഭാര്യ, ഒരു ശരാശരിക്കാരിയായ അങ്ങനെ ഒരു വിദ്യാഭ്യാസമുള്ള ഒരു വീട്ടമ്മ, അവർ ഓൺലൈൻ തട്ടിപ്പിന് ഇരയാവുകയും 40 ലക്ഷത്തോളം രൂപയുടെ കടമുണ്ടാക്കുകയും ചെയ്തു. തിരുവനന്തപുരത്ത് നമുക്കറിയാം, അഫാൻ എന്ന ചെറുപ്പക്കാരൻ അരുംകൊല, അത് അമ്മയെ ആക്രമിക്കുന്നു, അനുജനെ കൊല്ലുന്നു, കാമുകിയെ കൊല്ലുന്നു, അച്ഛൻ്റെ ജ്യേഷ്ഠനെ കൊല്ലുന്നു, അദ്ദേഹത്തിൻ്റെ ഭാര്യയെ കൊല്ലുന്നു, ഉമ്മമ്മയെ കൊല്ലുന്നു. ഇതിനെല്ലാം കാരണമായതും ഈ തരത്തിലുള്ള ചില സാമ്പത്തിക ഇടപാടുകളാണ്. അങ്ങനെ ഒട്ടനവധി സംഭവങ്ങൾ കേരളത്തിൽ സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ വലിയ ഞെട്ടലോടുകൂടി കേൾക്കേണ്ടി വന്ന ഒരു വാർത്ത തന്നെയാണ് പത്തനംതിട്ടയിൽ നിന്നുള്ളത്.